ഒരുപാട് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം എത്രയോ ആളുകൾക്ക് സഹായം ചെയ്യാവുന്ന വലിയൊരു പദ്ധതിയാണ്. നമ്മൾ നമ്മുടെ സഹജീവികളെ സഹായിക്കുന്നതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ നിമിഷത്തിലുണ്ട്. ഇത്രയോ ആളുകളാണ് പ്രതീക്ഷയോടെ ഈ പദ്ധതിയെ കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ എനിക്ക് 2-3 ഫോൺ കോളുകൾ വന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ബഹുമാനപ്പെട്ട അച്ഛനോട് പറയണം, ഞങ്ങളെ കൂടെ ആ സ്കീമിൽ ഉൾപ്പെടുത്തണം, ഞങ്ങൾക്കും റിഡക്ഷൻ മേടിച്ചു തരണം. ഇപ്പോൾ തന്നെ ഒത്തിരി ആളുകൾ പ്രതീക്ഷയോടെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ് കാത്തിരിക്കുകയാണ്. നമ്മുടെ ഡയാലിസിസ് സെൻ്ററുകൾ മുഴുവൻ രോഗികളാൽ തിങ്ങി നിറഞ്ഞിരിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. പക്ഷേ നമ്മൾ കണക്കൂട്ടുന്നതിനപ്പുറം, കാരണം ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലായത്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു 70% നിവേദനങ്ങൾ എന്ന് പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട്. നമ്മളെ കാണാൻ വരുന്നവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിയാണ്. നമ്മുടെ കരിയാച്ചാലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ഇതിൻ്റെ വലിയ ഞാനൊരു 15 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സെരുമയുടെ ആരംഭകാലത്ത് പാലിയേറ്റീവ് കെയറിൽ അന്ന് ഞാൻ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു. വലിയ സന്തോഷമുണ്ട്. ഈ ഇത്ര വർഷം കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലേക്ക് അത് പടർന്ന് പന്തലിച്ചിരിക്കുന്ന സെരുമ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഒരുപാട് യൂണിറ്റുകൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ തന്നെ പല പഞ്ചായത്തുകളിലേക്ക് ഇപ്പോൾ സെരുമയുടെ പ്രവർത്തനം എത്തിയിരിക്കുന്നു. ഇതുപോലുള്ള മനുഷ്യരൊക്കെ നേരെ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതുപോലെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ മതി. ഞാനത് വളരെ കൃത്യമായിട്ട് പറയുക, ഒരു സമൂഹത്തിൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് മാനവസേവയാണ്, മാധവസേവ എന്ന് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ അറിയാൻ, ദൈവത്തെ കാണാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ വേദനിക്കുന്ന സഹജീവികൾക്ക് നമ്മളെ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള സംഘടനകൾക്കൊരു പ്രസക്തിയുണ്ട്. കാരണം സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒത്തിരി നല്ല ആളുകളുണ്ട്. നമ്മൾ ഉള്ള മനുഷ്യൻ സ്വാർത്ഥനാണ്, സെൽഫിഷാണ്, അവൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ഒരു പൊതുവെ പറയുമ്പോൾ പോലും ഒത്തിരി ആളുകളുണ്ട്. അവിടെ സമ്പത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ല ശതമാനം വളരെ നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അർഹരായ ആളുകളെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് ഇതുപോലെയുള്ള സത്യസന്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒരു ആരോപണം പോലും ഇല്ലാതെ, ഒരു കറ പോലും ഇല്ലാതെ ജനങ്ങൾക്ക് 100% വിശ്വാസമുള്ള സിനിമയ്ക്ക് ഒരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ രണ്ടാമത് ചിന്തിക്കേണ്ടതില്ല. അത് ലോകമെമ്പാടുമുള്ള ആർക്ക് സിനിമയ്ക്ക് അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബ് അതുപോലുള്ള സംഘടനകൾ എൻ്റെ ഒരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാരണം അത് ഇനിയും ഒത്തിരി ആളുകൾക്ക് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, കാരണം ഒരു വലിയ ഭാഗ്യമാണ് ഇവിടെ വന്ന് ഇങ്ങനൊരു പ്രവർത്തനത്തിന് ഒരു തുടക്കം കുറിക്കാനുള്ള വലിയൊരു ദൈവാനുഗ്രഹമായി തന്നെ കണ്ടുകൊണ്ട് എല്ലാ ആശംസകളും പിന്തുണയും നേരുന്നു. നന്ദി. നമുക്കറിയാം, സ്വരുമ ചാരിറ്റബിൾ സൊസൈറ്റിയും മേരി ക്യൂൻസ് ഹോസ്പിറ്റലും സംയുക്തമായി ഇന്നിവിടെ കിഡ്നി രോഗികൾക്ക്, അതായത് ദുരിതമനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായഹസ്തവുമായി ഡയാലിസിസ് കൂപ്പണിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ തുടങ്ങുകയാണ്. സ്വരുമയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കിഡ്നി പേഷ്യൻസിന് തന്നെ ജീവധാര പ്രോഗ്രാമുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. പാവപ്പെട്ട രോഗികളുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവരെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഹോം കെയർ പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട് വീട്ടുകാരാൽ മാറ്റി നിർത്തപ്പെടുന്ന മാനസിക രോഗികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേകം ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വരുമ പ്രവർത്തിക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് 21ാം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് ആ വാർഡിലെ ഒരാൾക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ ആ വാർഡിനെ ദത്തെടുത്തുകൊണ്ട് അവിടുത്തെ ആളുകളുടെ ആരോഗ്യം, അതായത് ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് പോലും അവിടെ ഉണ്ടാവരുതാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ കരുതൽ അടുത്തതായിട്ട് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബും
ഒക്കെ ഈ കാര്യം പറഞ്ഞപ്പോൾ സ്വരുമയോട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയുണ്ടായി. 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം 10 ലക്ഷം രൂപയിലാണ് ഇത് തുടങ്ങുന്നത്. കുറച്ച് രോഗികൾക്ക് മാത്രമേ ഇതുകൊണ്ട് നമുക്ക് കൂപ്പണ് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വർഷങ്ങളായി ഷുഗറും പ്രഷറുമൊക്കെ ഉണ്ടായതിന് ശേഷം ഡയാലിസിസിലേക്ക് എത്തിച്ചേരുന്ന രോഗികളുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഡയാലിസിസിലേക്ക് എത്തിപ്പെടുമ്പോൾ ആഴ്ചയിൽ 3-4 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകരുകയാണ്. അവരുടെ കുട്ടികളുടെ ഭാവി ചോദ്യചിഹ്നമാവുകയാണ്. അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും അസ്വസ്ഥരാവുകയാണ്. അവരെ ചേർത്ത് നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്വരുമയും മേരി ക്യൂൻസും റോട്ടറി ക്ലബും ചേർന്ന് ഇങ്ങനെയൊരു പരിപാടിക്കിവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും സ്വരുമയുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സമയം കാണുകയില്ല. നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരു ചിരി മതി. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് പറ്റുന്നവർക്ക് സാമ്പത്തികം കൊടുക്കുക. ഞങ്ങൾ സ്വരുമയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ്, സ്വരുമയുടെ സ്റ്റാഫുകൾ ആവശ്യമുള്ളവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്നു. ഇപ്പോൾ സ്വരുമയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി 7 യൂണിറ്റുകളിലായി ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഇനി ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങുവാനായിട്ടുള്ള ശ്രമത്തിൽ കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ, നോവുന്ന മനസ്സുകളുടെ തേങ്ങലുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവിടെയുണ്ടാവുന്ന ചലനങ്ങൾക്ക് കർമ്മത്തിന് രൂപം നൽകി ഒട്ടൊക്കെ നിശബ്ദമായി എന്നാൽ വളരെ ക്രിയാത്മകമായിട്ടാണ് സ്വരുമയുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കുവാനായിട്ട്, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് സ്വരുമ ചാരിറ്റബിൾ സൊസൈറ്റി. കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഉള്ള സ്വരുമ പാറത്തോട്, കാഞ്ഞിരപ്പള്ളി, ചെറുക്കടവ് പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും പോയി രോഗികളെ പരിചരിക്കുന്ന പുറമെ ഈ 3 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നല്ലാതെ കാഞ്ഞിരപ്പള്ളിയുടെ പേരിൽ തന്നെ ഈ പല യൂണിറ്റുകൾ, ശാഖകൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് അവിടുത്തെയുള്ള ഓരോ സംഘടനകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവിടെ ഈ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടത്താണ് ആദ്യം സ്ഥാപിച്ച അവിടുത്തെ ലയൺസ് ക്ലബിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്നത്. കുറവലങ്ങാട് അവിടെ നാട്ടുകാരുടെയും പള്ളിയുടെയും സഹകരണത്തോടെ നടത്തുന്നു. അതുപോലെ കാത്തലിക് ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ കോട്ടയത്ത് നടത്തുന്നു. പിണ്ണാക്കിനാട് നമ്മുടെ വിൻസെൻ്റ് പോളിൻ്റെ സഹകരണത്തോടെ പിണ്ണാക്കിനാട് ഒരു യൂണിറ്റും നടത്തുന്നുണ്ട്. പിന്നെ മണിമല കേന്ദ്രീകരിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പിറവത്ത്, അടുത്ത കാലത്ത് പിറവത്ത് തുടങ്ങി 7ാമത്തെ ബ്രാഞ്ചും തുടങ്ങി. ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ സ്വരുമയുടെ പ്രവർത്തനങ്ങൾ അവിടെ നാട്ടിലുള്ള ആൾക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഒത്തിരി രോഗികൾക്ക് ആശ്വാസവും പകരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒരു പ്രത്യേക പദ്ധതിയാണ് ഇവിടെ രൂപീകരിക്കുന്നത്. വൃദ്ധരോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ സൗജന്യ ഡയാലിസിസ് പദ്ധതി മേരി ക്യൂൻസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് നടത്തുന്നു. വൃക്കരോഗം ബാധിച്ച ഡയാലിസിസിനും വൃക്ക മാറ്റിവെക്കലിനും വിധേയരായവർക്ക് ജീവൻ നിലനിർത്തുക പലപ്പോഴും ഭീമമായ തുക ഓരോ മാസവും ആവശ്യമായി വരുന്നു എന്ന തിരിച്ചറിവിലാണ് സ്വരുമ
ജീവധാര പദ്ധതിയുടെ ആരംഭം. വൃക്കരോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല മുഴുവൻ കുടുംബത്തെയും സാമ്പത്തിക ഭദ്രതയാണ് തകരം മറിക്കുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന് വരുന്ന ചെലവ് താങ്ങാവുന്നതിലും അധികമാണ്. വൃക്കരോഗം എന്നത് രോഗിയെ മാത്രമല്ല ശാരീരികമായിട്ടല്ല മാനസികമായി തന്നെ തകർക്കുന്ന ഒരു രോഗമാണ്. പലപ്പോഴും വീടും വസ്തുക്കളും വിറ്റ് വേണം ഈ ചികിത്സ നടത്തേണ്ടി വരുന്നത്. 2-3 പ്രാവശ്യം ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് 20,000 രൂപ തൊട്ട് 25,000 രൂപ വരെ ഒരാഴ്ചയിൽ ചെലവുണ്ടോ. അത് സാധാരണക്കാര തൊഴിലാളികൾക്കും പാവങ്ങൾക്കും താങ്ങാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വരുമ ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽസുമായിട്ട് സഹകരിച്ച് ഒത്തിരി സഹായം മെഡിക്കൽസ് നമ്മൾ സ്വരുമയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയാലിസിസ് ഇതിനു മുമ്പ് ഡയാലിസിസ് സഹായ പദ്ധതികൾ മിഷൻ നമ്മൾ 4 മിഷനോളം നമ്മൾ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 KMA കൊടുത്തിട്ടുണ്ട്, 1 ഹൈ റേഞ്ച് ഹോസ്പിറ്റലുണ്ട്, 1 ഇവിടെ മെഡിക്കൽസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഫ്രീ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആ രോഗികൾക്ക് ഞങ്ങൾ ജീവധാര പ്രോജക്റ്റുകളായിട്ട് എല്ലാ മാസവും മരുന്നുകൾ വിതരണം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഇപ്പോൾ ഈ പുതിയ പ്രോജക്റ്റ് വരുന്നത്. ഇങ്ങനെ മെഡിക്കൽസും സ്വരുമയാണ് ചെയ്യുന്നതെങ്കിലും അതിനകത്തൊരു ഇടപെടിയിൽ റോട്ടറി ക്ലബിനും അതിൻ്റെ ഒരു ഇടപെടിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിൽ. തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരുടെയാണ് ഈ സ്വരുമ. നിങ്ങളില്ലെങ്കിൽ സ്വരുമയില്ല. അതുപോലെ തന്നെ ഈ പദ്ധതി നമ്മൾ തുടങ്ങി വെക്കുകയാണ്. പണമില്ലാത്തതിന് വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ പദ്ധതി തുടങ്ങി വെക്കുകയാണ്. ഇതിന് മുന്നോട്ട് പോകാൻ ഒത്തിരി ആൾക്കാരുടെ സഹായങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും സ്വരുമയെ സ്നേഹിക്കുകയും സ്വരുമയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ സഹായം ചെയ്യുന്നവരുമാണ്. അതിന് ഞാൻ പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മെഡിക്കൽസ് ഹോസ്പിറ്റൽ സ്വരുമയായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു ഒരു ഹോസ്പിറ്റലാണ്. അച്ഛനും അതുപോലെ തന്നെ ഇവിടെ രോഗികൾക്ക് ധാരാളം ഡിസ്കൗണ്ടിൽ ഇത് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മുന്നോട്ടുള്ള പ്രയത്നത്തിൽ സഹകരിക്കണം. നിങ്ങൾ സഹകരിക്കുന്നവർ തന്നെ നിങ്ങളുടെ സ്വന്തക്കാരായ ആൾക്കാരും ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടുകാരെയെല്ലാം ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാക്കി നമുക്ക് ഈ ഒരു വിജയകരമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു രോഗികൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പ്രസ്ഥാനത്തിന് ഒത്തിരി സാമ്പത്തിക സഹായം തരുന്ന ഒത്തിരി വ്യക്തികളും പ്രസ്ഥാനങ്ങളുണ്ട്. വ്യക്തികളുടെ പേരിൽ നിന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കുറച്ച് പേരുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ സെൻറ്റ് മേരീസ് ബ്രദേഴ്സ് സ്വരുമയ്ക്ക് നല്ലതുപോലെ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ KCPMC, കാത്തലിക് ട്രസ്റ്റ്, കൊല്ലംകുളം ഫാമിലി, ഇടിമണിക്കൽ ജുവലേഴ്സ്, സഖ്യാദ്രി ബാങ്ക്, ഹോം ഗ്രൗണ്ട്, പിന്നെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെല്ലാം വ്യക്തിപരമായിട്ട് ധാരാളം സഹായങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിയാണ്. ഇങ്ങനെ ഒരു സംരംഭം ഇനിയും കൂടുതൽ വേണം. ഈ 2000 ഡയാലിസിസ് പോരാ, ഇത് കഴിയുമ്പോൾ അടുത്ത പദ്ധതി തുടങ്ങണം. അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണം. ഒത്തിരി പേര് ആവശ്യക്കാരായിട്ടുള്ളവരുണ്ട്. ഡയാലിസിസ് മാത്രമല്ല, ഒത്തിരി പ്രോജക്റ്റ്. ഇത് ഞങ്ങൾ ഒരു 6 വർഷം മുമ്പ് കണ്ടെത്തിക്കൊണ്ടാണ് ഈ വൃക്കരോഗികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തിക്കൊണ്ടാണ് 6 വർഷം മുമ്പ് ജീവധാര എന്നുള്ള പ്രോജക്റ്റ് സ്വരുമ കണ്ടെത്തുകയും അങ്ങനെയുള്ള പേഷ്യൻസ് ഡെയിലി മിക്കവാറും എല്ലാ മാസവും ഒരു 75ഓളം പേഷ്യൻസിന് ജീവധാര വഴി കിഡ്നി പേഷ്യൻസിന് മരുന്ന് ചെയ്യുന്നു. കേരളത്തിലെ ആദിവിശുദ്ധനായ വിശുദ്ധ ചാവറ പിതാവ് ആരംഭിച്ച കാര്യങ്ങളാണ് ഇന്ന് മേരിക്യൂൻസും അതുപോലെ സ്വരുമയും കൊണ്ട് നടക്കുക. ഈ കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഇത്രമാത്രം എളുപ്പത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ്, അതിൻ്റെ ഒരു വലിയ ആത്മീയ നിറവോടു കൂടിയാണ് ആ സഭയിലെ അംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. വിശുദ്ധ ചാവറ പിതാവ് പറയുന്ന ഒരു വലിയ വാക്യമുണ്ട്: അന്യന് ഉപകാരം ചെയ്യാത്ത ദിവസം നിങ്ങളുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല. അന്യന് ഉപകാരം ചെയ്യാത്ത ദിവസം നിങ്ങളുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ, നിങ്ങളുടെ പേരുകൾ മനനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഓരോ വ്യക്തികളും ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന, പ്രത്യേകിച്ച് സ്വരുമയും റോട്ടറിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളും
നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ വഴി നിങ്ങളുടെ ആയുസിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതവിശ്വാസത്തിൽ നിങ്ങളുടെ പേരുകൾ ആയുസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോ മിശിഹ മറ്റൊരു കാര്യം, ഒരു വിധവയുടെ ഒരു കൊച്ചു കാശിനെ പറ്റി പറയുന്നുണ്ട്. അവൾക്കുള്ളത് എല്ലാം അവൾ നൽകുകയാണ്. അതിൽ വലിയ മഹത്വം ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ പലരും അത് കേട്ടിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര കോടീശ്വരന്മാരൊന്നല്ല, നിങ്ങൾക്ക് ലോണൊന്നും ഇല്ലാത്തവരൊന്നല്ല, നിങ്ങൾക്ക് കടബാധ്യതകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരല്ല എന്ന് ഞാൻ കാണുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഈ ആശുപത്രിയോടും സ്വരുമിയോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഈ ഡയാലിസിസ് രോഗികൾക്ക് 10 ലക്ഷത്തോളം രൂപ സംഘടിപ്പിച്ച് നൽകുമ്പോൾ അതിൻ്റെ ഒരു വലിയ ദൈവിക അനുഭവവും ദൈവികമായ വലിയ കൃപയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വരുമ എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ഒരുമയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സൗഹൃദത്തിൻ്റെ ഒരുമയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സഹായത്തിൻ്റെ ഒരുമയാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്വരുമയെ നയിക്കുന്ന ഞങ്ങളുടെ ജോയികളിലും അതുപോലെ ബാക്കി എല്ലാ വ്യക്തികൾക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ മേരി ക്യൂൻസ് കുടുംബത്തിന്റെ നന്ദി പറയുകയാണ്. സ്വരുമയെ പോലെ വാക്കുകളെക്കാൾ ഉപരി പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ഒരു ആശുപത്രിയിലെ അങ്കണത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇനിയും ഇങ്ങനെ മറ്റുള്ള വ്യക്തികളിലേക്ക് കൂടുതൽ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 48ഓളം പേഷ്യൻസ് ആണ് ഈ ഡയാലിസിസിന്റെ ഈ സൗകര്യങ്ങൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുക. അതിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഞങ്ങളുടെ CMI പ്രൊവിഷ്യയുടെ പേരിൽ 15 പേഷ്യൻസിന് ഞങ്ങൾ ഇളവുകൾ നൽകുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സ്, കുറച്ച് സ്റ്റാഫ് അംഗങ്ങൾ, അവരൊക്കെ തരുന്ന കുറേ പൈസകളുണ്ട്. പിന്നെ പുറത്തുനിന്ന് തരുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ തരുന്ന പൈസകൾ കൊണ്ടാണ് കുറേയൊക്കെ ഇളവുകൾ, കുറേ ഡിസ്കൗണ്ടുകൾ ഈ പേഷ്യൻസിന് നൽകുവാനായിട്ട് സാധിക്കുക. മേരി ക്യൂൻസിനെ സംബന്ധിച്ച് സ്വരുമയുമായിട്ട് വർഷങ്ങളോളമുള്ള ഒരു ബന്ധമുണ്ട്. ഇതിനു മുമ്പും ഒരു ഡയാലിസിസ് മെഷീൻ സ്വരുമ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കോവിഡിന്റെ സമയത്തും മറ്റ് സമയങ്ങളിലുമെല്ലാം വലിയ ഒരു സപ്പോർട്ടും സഹകരണവും എന്നും എപ്പോഴും സ്വരുമ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വരുമയോട് വലിയ നന്ദി പറയുന്നു. ഇനിയും ധാരാളം നന്മകൾ ചെയ്യുവാനായിട്ട്, സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കിടെ ചെയ്യുവാനായിട്ട് സ്വരുമയ്ക്കും മേരി ക്യൂൻസിന് സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരിക്കൽ കൂടി റോട്ടറിക്കും വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നല്ല വാക്കുകൾ പറയുകയാണ്. കാരണം റോട്ടറി ബഹുമാനപ്പെട്ട കറിയാസനങ്ങൾ ഒത്തിരി സഹായങ്ങൾ ഇതിനു വേണ്ടി, ജോയ അടങ്ങുന്ന എല്ലാ ടീം അംഗങ്ങളും ഒത്തിരി സഹായങ്ങൾ ഇതിനു വേണ്ടി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവിധ കൃപകളും ഉണ്ടാകട്ടെ. സ്വരുമയും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുമെന്ന് വലിയ ബോധ്യത്തോടു കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.